അപ്പോൾ വിളവെടുക്കാൻ പാകമായി നിൽക്കുന്ന നെല്ലാണ് നിങ്ങൾ ഈ കാണുന്നത്. അതാണ്ടോ നല്ല സ്വർണ്ണ കളറായിട്ടുണ്ട്. ഇവിടെ കൊയ്ത്ത് നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എല്ലാം മോഡേൺ ആയതുകൊണ്ട് ഫുള്ള് മെഷീനിലാണ്. പണ്ട് കൈയോട്ട് മുറിക്കലായിരുന്നു. അത് നല്ല രസമായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പാട്ടൊക്കെ പാടി നെല്ലൊക്കെ മുറിക്കുമ്പോൾ ഭയങ്കര ഒരു വൈബായിരുന്നത്. ഈ കൃഷീൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. മോൺസൂണിൽ തുടങ്ങിയ പരിപാടിയാണിത്. അപ്പോൾ ഞാൻ ഈ വർഷം ചെയ്തിട്ടില്ല, ലാസ്റ്റ് ഇയർ ചെയ്തതാണ്. ഒരു വലിയൊരു വീഡിയോ ആയിട്ട് തന്നെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കയറിയിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഏകദേശം നെൽകൃഷി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ആദ്യത്തെ സമയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയൊന്നുമല്ല. ഏകദേശം കുറേ പണി പിടിക്കുന്ന പരിപാടിയാണ് നെൽകൃഷി. ഇപ്പോൾ ഒരുപാട് മെഷീനും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് പണികളൊക്കെ ഒരുപാട് എളുപ്പമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫാസ്റ്റാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏർലി മോൺസൂണിൽ തന്നെ നമ്മൾ ഈ വിത്തുകളൊക്കെ കൊണ്ടുപോയിട്ട് വെള്ളത്തിട്ട് അത് മുളപ്പിച്ച് അതിൻ്റെ ശേഷമാണ് ഇത് വിതയ്ക്കുന്നത്. അതിൻ്റെ ശേഷമാണ് ഇത് പറിച്ചിട്ടാണ് പിന്നെ നടുന്നത്. ആ നടുന്ന വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ വിളവെടുക്കുന്ന മെഷീനാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ സ്വന്തമായിട്ട് ഇതിൻ്റെ അകത്തോട്ട് തള്ളി പുറത്ത് വേസ്റ്റ് വേറെ, അതായത് പുല്ല് വേറെ വേസ്റ്റായിട്ടും നെല്ല് വേറെ ആയിട്ടുമാണ് വരുന്നത് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യവും ഈ മെഷീൻ്റെ അകത്ത് തന്നെ നടക്കുന്നതുകൊണ്ട് വേറെ എക്സ്ട്രാ പ്രൊസീജിയറൊന്നുമില്ല. ജസ്റ്റ് അവർക്ക് പൈസ കൊടുത്തതിന് അവർ വന്ന് കൊയ്ത് നെല്ലാക്കി ഇട്ട് തരും. ഇത് കൊയ്യുന്ന സമയത്ത് ഒരു വലിയൊരു ഫെസ്റ്റിവൽ തന്നെ നടക്കും കേട്ടോ. പുത്തരി എന്നാണ് ആ ഫെസ്റ്റിവലിന് പറയുന്നത്. അത്യാവശ്യം വലിയ ആഘോഷമായിരുന്നു മുമ്പ്, ഇപ്പോൾ കുറേ കുറവാണ്. ഗൈസ്, അപ്പോൾ ഈ ഒരു രീതിക്കാണ് പമ്പ് വഴി നമുക്ക് ലോഡ് അൺലോഡ് ആക്കാൻ പറ്റുന്നത് കേട്ടോ. അതായത് മെഷീനിലോട്ട് ഇത്ര നേരം അവർ കട്ട് ചെയ്ത ആ ഒരു നമ്മളെ ഫൈനൽ പ്രോഡക്റ്റാണിത്. ഇത് റെഡി ടു ലോഡാണ്. ഇത് ഡയറക്റ്റ് നമുക്ക് വേണമെങ്കിൽ ചാക്കിൽ നിറച്ചിട്ട് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ മെഷീൻ ആയതുകൊണ്ട് കുറേ പണികൾ എളുപ്പമുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഇതിൽ കുറേ അവിടെ ഇവിടെയൊക്കെ വിട്ടു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നഷ്ടമുണ്ട് ലാഭമുണ്ട്. അപ്പോൾ എനിവേ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കൃഷിയുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.